പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നതിന് ശേഷം ബെനിഫിഷ്യറി രജിസ്ട്രേഷനിൽ ഒരുപാട് ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണ ആധികാരികമായിട്ടുള്ള ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗുണഭോക്താക്കളെ പോർഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യാൻ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ പുതിയൊരു അപ്ഡേഷന് ശേഷം ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ നിർബന്ധമല്ലാത്ത ഒരു രേഖയായി മാറിയിട്ടുണ്ട്. അതിനർത്ഥം മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ അംഗനവാടി ടീച്ചർമാർക്ക് ഉറപ്പാക്കാൻ കഴിയും. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വേരിഫിക്കേഷന് അപ്രൂവ് ചെയ്യേണ്ടതും സൂപ്പർവൈസേഴ്സാണ്. സൂപ്പർവൈസേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ പ്രോസസ്സ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ ബെനിഫിഷ്യറിക്ക് ആ സെൻറ്ററിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരം ഒരുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഗുണഭോക്താക്കളുടെ അവൈലബിൾ ആയിട്ടുള്ള ID പ്രൂഫ് ഉപയോഗപ്പെടുത്തി നമ്മളെ ടീച്ചേഴ്സ് ആ സെൻറ്ററിൽ പോർഷൻ ട്രാക്കറിലൂടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കി ആയതിനു ശേഷം ഒരു റിക്വസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോർഷൻ ട്രാക്കർ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പിലേക്ക് കടന്നു വരും. ആ സാഹചര്യത്തിൽ നമ്മളുടെ സൂപ്പർവൈസേഴ്സിന് പ്രത്യേക നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഫോണിനകത്തേക്ക് പോപ്പപ്പ് ആയിട്ട് വരില്ല. ആ ബന്ധപ്പെട്ട ടീച്ചർ സൂപ്പർവൈസേഴ്സിനെ അറിയിക്കുന്നതാണ് രീതി. ഇത്തരത്തിൽ അറിയിപ്പ് കിട്ടിയതിന് ശേഷം നമ്മളെ സൂപ്പർവൈസേഴ്സ് തങ്ങളുടെ സെക്ടർ ലോഗിൻ സൂപ്പർവൈസേഴ്സിൻ്റെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് എന്ന് കാണുന്ന ഈ ഒരു ലോഗിൻ ഇതിപ്പോൾ പോർഷൻ ട്രാക്കറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ലോഗിൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോം പേജിലെത്തുക. സെക്ടർ ലോഗിനാണ് ഓരോ സൂപ്പർവൈസേഴ്സിനും അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ലോഗിൻ ചെയ്യുന്ന സമയം നിങ്ങളുടെ സെക്ടറിൻ്റെ പേരും എത്ര അംഗനവാടികളുണ്ട് എന്നുള്ള ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ കാണാൻ സാധിക്കും. ആ ഭാഗത്ത് പുതിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെൻഡിങ് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻസ് എന്ന് കാണുന്ന ഒരു ടാബ് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് പ്രകാരം കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് 0 എന്ന് കാണുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസർക്ക് നാളിതുവരെ ഒരു റിക്വസ്റ്റും ഒരു അംഗൻവാടിയിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ഈ ഭാഗത്ത് 1 അതിൽ കൂടുതലോ ഡിജിറ്റ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സെക്ടറിലെ ഏതാനും സെൻറ്ററുകളിൽ ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ ടീച്ചർമാർ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കാണുന്ന 1 എന്ന് കാണുന്ന ഭാഗം സൂപ്പർവൈസേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്ടറിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും ഇത് പ്രകാരം കാണാൻ സാധിക്കും. ഇവിടെ പെൻഡിങ്, ആക്സെപ്റ്റഡ്, റിജക്റ്റഡ് എന്ന് കാണുന്ന ടാബോട് കൂടി നിങ്ങളുടെ സെക്ടറിന് കീഴിൽ എത്ര സെൻറ്റർ ഉണ്ടോ അത് നമുക്ക് ഇത്തരത്തിൽ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പെൻഡിങ് എന്ന് കാണുന്ന ഭാഗത്ത് ഏതെങ്കിലും ഡിജിറ്റ് കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ടീച്ചർമാർ ഇൻഫോം ചെയ്തതിനനുസരിച്ച് ആ ബന്ധപ്പെട്ട സെൻറ്ററിന് നേരെ പെൻഡിങ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പിലേക്ക് നമ്മുടെ സൂപ്പർവൈസർക്ക് പുതിയൊരു പെൻഡിങ് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ പേജിലോട്ടാണ് എത്താൻ കഴിയുക. ഈ ഭാഗത്ത് വ്യക്തമായി ഇപ്പോൾ ഏത് ടീച്ചറാണ് ഏത് ഗുണഭോക്താവിനെയാണ് റിക്വസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത് പ്രഗ്നൻറ്റും ലാക്ടേറ്റിംഗ് മദറും ഒപ്പം തന്നെ 0 മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമാണ്. ആധാർ ഇല്ലെങ്കിലും മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നമുക്ക് അയക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വന്ന ഡേറ്റ് സൂപ്പർവൈസർക്ക് കാണാൻ സാധിക്കും. അതായത് അംഗൻവാടി വർക്കർ എന്നാണോ ഈ റിക്വസ്റ്റ് സപ്പോർട്ടീവ് സൂപ്പർവിഷനിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡേറ്റാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുക. ഒപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ പേരും ഹസ്ബൻഡ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാം, ഡേറ്റ് ഓഫ് ബർത്ത് കാണാം. ഒപ്പം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇത് പ്രഗ്നൻ്റ് ആണോ, ലാക്ടേറ്റിംഗ് ആണോ, 0 to 6 ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വ്യൂ പ്രൊഫൈൽ എന്ന് കാണുന്ന ഈ ടാബ് സൂപ്പർവൈസർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അതിൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് ആദ്യം കാണും. ഒപ്പം തന്നെ അവരുടെ പേര്, മൊബൈൽ നമ്പർ വേരിഫൈഡ് ആയിരിക്കും. അവിടെ പച്ച ടിക്ക് മാർക്ക് ഉണ്ടാവും. കാരണം ഓൾറെഡി നമ്മളെ ടീച്ചർ ഇത് വേരിഫൈ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യണത്. അതായത് ഗുണഭോക്താവിൻ്റെ മൊബൈലിലേക്ക് ആ OTP ചെന്ന് ആ OTP സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഇത് വേരിഫൈഡ് ആയിട്ടുള്ള പ്രൊഫൈലായിട്ട് മാറുന്നത്. അത്തരത്തിൽ 1 ടൈം വേരിഫിക്കേഷൻ ടീച്ചറുടെ ഭാഗത്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് സൂപ്പർവൈസറിലേക്ക് ഇത് കടന്നു വരിക. ഇത്തരത്തിൽ വന്നതിന്
ശേഷം അവിടെ ഏത് പ്രൂഫാണോ ടീച്ചർ ഈ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആ ഗുണഭോക്താവിൻ്റെ പ്രൂഫ് അവിടെ കാണാം. അതിനുശേഷം നേരത്തെ കണ്ടതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, റെസിഡൻറ്റ് ടൈപ്പ്, LMP ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് സൂപ്പർവൈസർക്ക് ഒന്നും തന്നെ ആഡ് ഓൺ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ആക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ്, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സൂപ്പർവൈസർക്ക് ചെയ്താൽ മതിയാവും. പക്ഷേ ഉത്തരവാദിത്തങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ടീച്ചർ അയക്കുന്ന ഈ ബെനിഫിഷ്യറി ശരിക്കുമുള്ള ബെനിഫിഷ്യറി ആണോ എന്ന് ആധികാരികമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സൂപ്പർവൈസർക്ക് അപ്രൂവൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അപ്രൂവൽ കൊടുക്കുന്നതിന് മുന്നേ ആധികാരികമായിട്ടുള്ള രേഖയാണെന്ന് ഉറപ്പാക്കണമെങ്കിൽ ടീച്ചറുടെ പക്കലിൽ നിന്നും അയച്ചു തന്നിട്ടുള്ള ഈ പ്രൂഫ് അതിൻ്റെ ഓതൻറ്റിക്കേഷൻ ഒന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ജെന്യൂൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് സെൽഫ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അത് ഒന്ന് കാണുന്നതിന് ഈ കാണുന്ന ID പ്രൂഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കിസാൻ ഫോട്ടോ പാസ്ബുക്കാണ് ഗുണഭോക്താവിൻ്റെ ID പ്രൂഫായിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിന് നേരെ കാണുന്ന വ്യൂ എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡാറ്റ അവിടെ കാണും. ഇതിൽ നിന്ന് കൃത്യമായിട്ട് സൂപ്പർവൈസർ മനസ്സിലാക്കുക. അതിൻ്റെ നമ്പറും അതേപോലെ തന്നെ ID പ്രൂഫിനൊരു നമ്പർ ഉണ്ടാവും, ആ നമ്പറും അതിൽ ഫോട്ടോ ഉണ്ടാവും. ഗുണഭോക്താവിൻ്റെ ഫോട്ടോ മറ്റു വിവരങ്ങളൊക്കെ തന്നെ കൃത്യമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം 2 തീരുമാനങ്ങൾ സൂപ്പർവൈസർക്ക് എടുക്കാം. അതായത് ഈ ഗുണഭോക്താവിൻ്റെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് കാണുന്ന ഒരു കൺഫർമേഷൻ മെസ്സേജ് ഒന്നുകൂടെ വരും. ഉറപ്പാക്കിയതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണും. ആ മെസ്സേജ് വന്ന ഉടനെ തന്നെ അപ്രൂവൽ അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ പോർഷൻ ട്രാക്കറിൽ ടീച്ചറുടെ പോർഷൻ ട്രാക്കറിലേക്ക് ടീച്ചർക്ക് അത് അപ്രൂവലായി എന്നുള്ളൊരു സന്ദേശം കാണാൻ സാധിക്കും. ഒപ്പം ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഫോമിനകത്ത് കാണാനും സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ സൂപ്പർവൈസർ ഇത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷം ഇത് അപ്രൂവൽ ചെയ്യേണ്ട അപേക്ഷയില്ല, പകരം റിജക്റ്റ് ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം ഒരുപാട് കാരണങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ വരും. എന്തുകൊണ്ടാണ് റിജക്ഷൻ സൂപ്പർവൈസറുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ചൂസ് ചെയ്യണം. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽസ് എൻറ്റേർഡ് ആർ ഇൻകറക്റ്റ്, ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. നമ്മൾ ടീച്ചേഴ്സ് ഇത്തരത്തിൽ PMMVY ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ആഡ് ചെയ്യുന്ന സമയം ഈ പറയുന്ന ഐഡൻറ്റിറ്റി പ്രൂഫിലുള്ള കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ പേരിൽ വ്യത്യാസം, അല്ലെങ്കിൽ LMPയിൽ വ്യത്യാസം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ പ്രൊഫൈലിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട് സൂപ്പർവൈസർക്ക് റിജക്റ്റ് കൊടുക്കാവുന്നതാണ്. അതിനർത്ഥം സൂപ്പർവൈസേഴ്സ് ഇത്തരത്തിലുള്ള വെരിഫിക്കേഷൻ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഡാറ്റ ആയിരിക്കും കയറി വരിക. അർഹതപ്പെട്ട ആളല്ലാത്ത രീതിയിൽ കയറി വന്നു കഴിഞ്ഞാൽ അത് സുതാര്യമല്ലാത്ത വിതരണമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. രണ്ടാമത് ബെനിഫിഷ്യറി ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണുന്നതാണെങ്കിൽ അത് ക്ലിക്ക്, അതായത് ഓൾറെഡി ഒരു ഗുണഭോക്താവിനെ ടീച്ചർ എൻ്റർ ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും ടീച്ചർ അറിയാത്ത റിക്വസ്റ്റ് വന്നതാണെങ്കിൽ ബെനിഫിഷ്യറി ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ് ടൈപ്പ് മിസ്മാച്ച് എന്ന് കാണാം. അതായത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതും അതേപോലെ അവർ ID കൊടുത്തതും വ്യത്യാസമുണ്ടെങ്കിൽ അതും നമുക്കൊരു കാരണമായിട്ട് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻവാലിഡ് ID പ്രൂഫ് ഉണ്ട്, അതും അതേ രീതിയിൽ തന്നെ ഇൻവാലിഡ് ID പ്രൂഫ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ അൺക്ലിയർ ആൻഡ് ഡാമേജ് ഡോക്യുമെൻറ്റ്, ടീച്ചർമാർ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് വിടുന്നതൊന്നും ക്ലിയർ ആവണമെന്നില്ല, ബ്ലേഡ് ആയിരിക്കും. ആ സമയത്ത് സൂപ്പർവൈസർക്ക് അത് റിജക്റ്റ് ചെയ്യാം. അതേപോലെ ടാമ്പേർഡ് ഒരു ആൾട്ടേഡ് ഡോക്യുമെന്റ്, അതായത് അപ്ലോഡ് ചെയ്യുന്ന പ്രൂഫ് സൂപ്പർവൈസർക്ക് നോക്കുമ്പോൾ അത് ഒറിജിനൽ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ, സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് അത് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് റിജക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായി ഓപ്റ്റ് ചെയ്തിട്ട് വേണം സൂപ്പർവൈസർ ഈ ഭാഗത്ത് നിന്ന് റിജക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടീച്ചറെ കൂടെ ഒന്ന് അറിയിക്കണം, ഇന്ന കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ട്, ഒന്നുകൂടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കണം എന്നുള്ളതാണ്. എന്നാൽ വീണ്ടും രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നതിന് മുന്നേ കൃത്യമായി തന്നെ ടീച്ചേഴ്സ് ഇതെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര റിജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലൊരു സന്ദേശം സൂപ്പർവൈസർക്ക് കാണാൻ സാധിക്കും. അത് സൂപ്പർവൈസറുടെ ടാബിൽ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിജക്റ്റ് എന്ന് കാണുന്ന ഡീറ്റെയിൽസ് കാണും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് റിജക്റ്റഡ് ആയി എന്ന് കാണും. റിജക്റ്റഡ് എന്ന് കാണുന്ന അവിടെ 1 എന്നുള്ളതും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതേ തന്നെ നമ്മളുടെ പോർഷൻ ട്രാക്കറിൽ ടീച്ചർ ലോഗിൻ കയറി കഴിഞ്ഞാൽ ഇവിടെ അവരുടെ പുതിയൊരു ആക്ഷൻ സെൻറ്ററിൽ കാണുന്ന ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ റിജക്റ്റഡ് എന്ന് കാണുന്നവിടെ 1 എന്ന് കാണുകയും ഏത് ഗുണഭോക്താവിനെയാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്, എന്നാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ടീച്ചർക്കും കാണാൻ കഴിയും. ഇങ്ങനെയാണ് പുതിയ അപ്ഡേഷൻ പ്രകാരം ID പ്രൂഫ് ഉപയോഗപ്പെടുത്തി ഒരു ടീച്ചർ റിക്വസ്റ്റ്
സൂപ്പർവൈസർക്ക് അയച്ചു കഴിഞ്ഞാൽ സൂപ്പർവൈസർ അത് വെരിഫൈ ചെയ്യേണ്ടതും അത് റിജക്റ്റ് ആണോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ആണോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ആ ബെനിഫിഷ്യറിയുടെ രജിസ്ട്രേഷനൊക്കെ കൃത്യമായി പൂർത്തിയാക്കേണ്ടതും. താങ്ക് യു.